വളരെ സ്വാഗതാർഹമായിട്ടുള്ള നല്ല ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ അതിനിടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഇടത് സർക്കാർ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതിന് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആളാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കും. നമ്മുടെ കണ്ണിന്റെ കണ്ണും കൽബിന്റെ കൽബുമായിരിക്കുന്ന പ്രിയപ്പെട്ട മരാമത്ത് ടൂറിസം മന്ത്രി സഖാവ് PM മുഹമ്മദ് റിയാസാണ്. അതിൽ അമ്മായിയച്ഛനെ ക്ഷണിച്ചു, മരുമകനെ ക്ഷണിച്ചില്ല. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. മരുമകനെ ക്ഷണിക്കാത്തതിന്റെ പരിഭവത്തിൽ അമ്മായിയച്ഛനിട്ട് പോയതുമില്ല. ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. മുഖ്യമന്ത്രി പോയില്ല, പുള്ളിയുടെ പട്ടി പോയില്ല, ആ കുടുംബത്തിൽ നിന്ന് ആരും പോയില്ല. അത് ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷം ഒന്നാകെ ഈ ഒരു ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അത് നന്നായി. അതിന്റെ ലിസ്റ്റ് വന്നപ്പോ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ്. ഇതാണ് ഇക്കാടെ ഏറ്റവും വലിയൊരു പരിഭവം. രാജീവ് ചന്ദ്രശേഖര സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാജീവ് അണ്ണനെ വിളിച്ചിട്ട് പോലും ഇക്കയെ വിളിച്ചില്ല. കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? എനിക്ക് പിന്നെ രണ്ടുമില്ലാണ്ടിരിക്കോ? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? രാജീവ് ചന്ദ്രശേഖരന് മാത്രം എന്താ രണ്ട് കൊമ്പുണ്ടോ? ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. അത് ശരി, ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ അവകാശമായി അല്ലേ? എങ്കിൽ പിന്നെ വിളിക്കാതെ അങ്ങ് കയറി ചെല്ലാൻ വയ്യായിരുന്നോ? അയ്യോ, അത് വേണ്ട. എന്താണ് നമ്മുടെ അവകാശത്തിന് നേരെ അവർ ചെയ്യുന്നതെന്ന് നേരിട്ടൊന്നും അറിയായിരുന്നല്ലോ. വല്ല അവകാശ നിഷേധം അവരവിടെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിഷേധ മുറ അവിടെ എടുക്കുകയും ചെയ്യായിരുന്നു. അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, കടമകളെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവരുത് കേട്ടോ. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. ഇങ്ങനെ പൊതുമാരണങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിയാണ് കേരളം ഈ അവസ്ഥയിൽ എത്തിയത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഒരു മാറ്റം നല്ലതാണ് എന്ന് ചിന്തിച്ചത്. അതിലിപ്പോ ആർക്കാ ബുദ്ധിമുട്ട്? നിങ്ങൾ ഇല്ലാതെ പോയി എന്ന് കരുതി അവിടെ ഉദ്ഘാടനം നടന്നില്ലേ? ആ റോഡ് എന്താ താഴോട്ട് ഇടിഞ്ഞു വീണോ? ആ റോഡിൽ എന്താ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലേ? ഞാനത് എങ്ങനെയാ ഇതിനൊക്കെ പറയും, ഇതൊക്കെ വിവരക്കേടല്ലേ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് കരയണമായിരുന്നോ? ഒരു മുറി അടച്ചിട്ടിരുന്ന് കരഞ്ഞാ പോരെ? ഇവിടെ തന്നെ ഞാൻ ഈ വകുപ്പിന്റെ ചുമതല എടുത്തതിന് ശേഷം എത്ര ദേശീയപാത പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? എന്തുമാത്രം പരിപാടികളിൽ പങ്കെടുത്തേക്കുന്നു, എന്തുമാത്രം മുണ്ട് ഷർട്ട് ആളുകൾ കണ്ടേക്കുന്ന അണ്ണന്റെ എന്തുമാത്രം ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നാട്ടിയിരിക്കുന്നു. എന്നിട്ടൊന്നും മതിയായില്ലെന്നാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതുവരെ ഒരെണ്ണത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ ശരി, എനിക്ക് വിഷമമായെന്ന് പറയാം. ഇത് മടുത്തില്ലേ? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അപ്പൊ എന്തിനൊഴിവാക്കി? അത് ശരിയാണോ? ഇനി എന്തിനൊഴിവാക്കി എന്നുള്ളത് 6 പേജിൽ കവിയാത്ത ഒരു ഉപന്യാസമായിട്ട് നരേന്ദ്രമോദി എഴുതി തരാൻ പറയാം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. ഇത് ജനാധിപത്യത്തിൽ ഗുണകരാണോ? ജനാധിപത്യത്തിന് എന്താ ഗുണകരമെന്ന് നിങ്ങളുടെ അപ്പുറം അറിയാവുന്നവരാരും ഈ രാജ്യത്തില്ല. NH-66 യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും LDF സർക്കാരും നടത്തിയ ഇടപെടൽ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ആർക്കും പറിച്ചു കളയാനാകില്ല. അയ്യോ, അതെങ്ങനെ പതിയാതിരിക്കും? പോസ്റ്റർ എന്ന് പറഞ്ഞാ 5, 6, 10, 100 പോസ്റ്റർ വല്ലതും ആണോ? ഓ, കേരളത്തിൽ ഇനി മതിലുകൾ ബാക്കിയില്ല. നിങ്ങൾ ഏതായാലും പതിപ്പിച്ചതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിപ്പിച്ച പോലല്ല, പച്ച കുത്തിയതുപോലെ പതിഞ്ഞിട്ടുണ്ട്. ആ പതിപ്പിച്ച സാധനങ്ങളൊന്നും ഒരു കാരണവശാലും മനസ്സിൽ നിന്ന് പോകത്തുമില്ല. ആളുകൾ കൃത്യമായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയം വെക്കായ്ക്ക് വേണ്ട. അതല്ല ഇവിടെ വിഷയം, ഇത് ശരിയായ ഒരു നിലപാടല്ല. കുണം പിടിക്കാത്തവനെ ഇത്രയും പറഞ്ഞിട്ടും വേദന മാറിയില്ലെങ്കിൽ അവർ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പോയില്ലേ? ഒറ്റയ്ക്ക് നമ്മുടെ ക്യാമറമാനെയും കുറച്ച് പരിവാരങ്ങളെ എല്ലാം കൂട്ടി ചെന്ന് അവിടെ വെച്ചൊരു റിബൺ അങ്ങ് മുറിച്ചേര്. അങ്ങനെ ആ വിഷമം അങ്ങ് തീരട്ടെ. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വെട്ടി പകരം BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുണകരമാണോ? ഇത് പൊതുമരാമത്ത് വകുപ്പിനെയോ സർക്കാരിനെ അപമാനിച്ചല്ല, കേരളത്തെ അപമാനിക്കില്ല. ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടും ഒരു സമാശ്വാസമായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലോഡ് കരിങ്കല്ല് അങ്ങ് ഇറക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഓരോ കല്ലങ്ങ് ഇടുക.
പുതിയ പുതിയ പദ്ധതിക്കും പുതിയ പുതിയ കെട്ടിടങ്ങൾക്കുള്ള കല്ലടിയിലാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഓരോ പോസ്റ്റർ പുതിയതായിട്ട് എത്തിക്കുകയും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും മാർഗം നോക്ക്. ഇനി ഇങ്ങനെ കിടന്ന് കരഞ്ഞാലൊന്നും ഇത് കാണാനൊന്നും ആളുകളില്ല. ചുമ്മാ മനുഷ്യരെ മെനക്കെടുത്താതെ. അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ ആകെ ജനങ്ങളെ മനസ്സിൽ നിന്ന് പോയോ? ജനങ്ങളെ മനസ്സിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതി അതിലേക്ക് വരും. അത് ന്യായമാണോ? അതാണ് പ്രശ്നം. ജനാധിപത്യത്തിന് ഇത് ഗുണമാണോ? നമ്മുടെ പണം കൊണ്ട് കുറേയധികം ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കി ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലുമൊക്കെ അനുവദനീയമായ സ്ഥലങ്ങളിൽ വെച്ചാൽ ഒരുപക്ഷെ ചില അണികളെങ്കിലും ഇതിൽ സംസ്ഥാന സർക്കാരും മുഹമ്മദ് റിയാസും നമ്മുടെ PWD വകുപ്പുമൊക്കെയാണ് വലിയ മുൻകൈ എടുത്തത് എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിച്ചുകൊള്ളും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത് ബാബാ. കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിനോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുപൊത്ത് ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം യോഗ്യതയുള്ളവരെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിന്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹം മന്ത്രിയാണ്. ഇവരിങ്ങനെ ഒരു വിവാദം തെരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാലോ ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിരവധി ഉദ്ഘാടനങ്ങളുണ്ട്. ഗോവിന്ദ മാഷ് അദ്ദേഹം MLA കൂടിയാണ്. ഇപ്പൊ തുരങ്കപാത, അതല്ലെങ്കിൽ ഇപ്പൊ ആലപ്പുഴയിൽ നമ്മളെ പാലം, അല്ലെങ്കിൽ അമ്പൂരി പാലം, ഇതിന്റെയൊക്കെ ഉദ്ഘാടനത്തിൽ ഗോവിന്ദ മാഷ മാത്രം ക്ഷണിച്ചാൽ നിങ്ങൾ വിടുവോ? വിടാൻ പാടില്ല. നിങ്ങള് പൊന്നോ കൊടുക്കത്താ പിന്നെ ശക്തമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കണം. അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെയും ഗോവിന്ദ മാഷയും മാത്രം വിളിച്ചാൽ ശരിയാണോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇത് ശരിയാണോ? നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. CPMന്റെ ഗവൺമെന്റ് പല പരിപാടികൾ നടത്തുമ്പോൾ ഈ തത്വങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ലല്ലോ. ഒരുപാട് ഉദാഹരണങ്ങളില്ലേ? ഇപ്പൊ ഈ ഒരു ചിത്രം നോക്കിക്കോളൂ. ഇത് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പ്രോജക്റ്റാണ്. ശ്രീ മുഹമ്മദ് റിയാസിന്റെ വകുപ്പാണ്. ബീച്ച് ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാണ്. അവിടെ ആരെയൊക്കെ കാണാം? ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുണ്ട്, ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ പേര് KK രാഗേഷ് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് നടത്തുന്ന പരിപാടിയിൽ KK രാഗേഷ് ആരാണ്? KK രാഗേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആണ്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പദവി ആ സമയത്തുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ആ ചടങ്ങിൽ വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയണം ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല എന്ന്. അന്നത് വിവാദമായപ്പോ ശ്രീ EP ജയരാജൻ അടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായതിനെ ന്യായീകരിച്ചതാണ്. വേറൊന്ന് നോക്കൂ. ഇത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു ചടങ്ങാണ്. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആ പരിപാടിയിൽ ആദരിക്കാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പിന്നീട് മറ്റുള്ള ക്ഷണിക്കപ്പെട്ട പ്രോട്ടോകോൾ അനുസരിച്ച് വരേണ്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഒരു സൈഡിൽ വെളുത്ത ഷർട്ട് ഇട്ട് വെളുത്ത മുണ്ടിട്ട് നിൽക്കുന്ന ആളെ കാണാം. അദ്ദേഹത്തിന്റെ പേര് ശ്രീ MV ഗോവിന്ദൻ എന്നാണ്. ശ്രീ MV ഗോവിന്ദൻ എന്തിന്റെ പേരിലാണ്? തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു MLA ആയതിന്റെ പേരിലാണോ പ്രോട്ടോകോൾ വന്നിരിക്കുന്നത്? അതോ ശ്രീ MV ഗോവിന്ദനെ അവിടെ വിളിച്ചിരിക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാം വിളിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല. സംസ്ഥാന സർക്കാരിന്റെ എത്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. MV ഗോവിന്ദ മാഷ് ആ പദ്ധതിയുടെ പേരിൽ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ടോ? വിളിച്ചു വരുത്തി പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ബിനോയ് വിശ്വത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് എന്ത് രീതിയാണ്? അത് കഴിഞ്ഞിരിക്കട്ടെ. ഇത് വേറെ നോക്കിക്കോളൂ. ഇത് തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനമാണ്. അതിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളിന്റെ പേര് ശ്രീ G സുധാകരൻ എന്നാണ്. ശ്രീ G സുധാകരൻ അന്നേരം ഒരു MLA അല്ല. ശ്രീ G സുധാകരൻ പാർട്ടിയുടെ ആള് മാത്രം, അതും പാർട്ടിയുടെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമുക്ക് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ മുൻ മന്ത്രി അല്ലെങ്കിൽ മുൻ MLA എന്നൊക്കെ പറയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 18 വർഷം രാജ്യസഭ MP ആയിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മുൻപ് കേന്ദ്രമന്ത്രിയുമായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെയും CPM പറയുന്ന ഇതേ ന്യായം ഉപയോഗിച്ച് തന്നെ ആ വേദിയിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഞാൻ പറഞ്ഞത് കുറ്റം പറയുന്ന ആൾക്കാർക്ക് കുറ്റമാണ് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നതും MV ഗോവിന്ദൻ ഇരിക്കുന്നതും KK രാഗേഷ് ഇരിക്കുന്നതും G സുധാകരൻ ഇരിക്കുന്നതും ഒരേപോലെ തെറ്റാണ്. അത് ശരിയാ. ഈ 3 സംഭവത്തിനെ ന്യായീകരിക്കുന്ന, കമന്ന് കടന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ രാജീവ് ചന്ദ്രശേഖരനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നതിന് നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. ഇവരിങ്ങനെ ഒരു വിവാദം തെരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാലോ ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം.
ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റോഡ് ഷോ. ഇതൊരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. എന്തുവേണേ ചെയ്തോട്ടെ. അവിടെ ഒരു തരത്തിലും ശ്രീ മുഹമ്മദ് റിയാസ് ഒരു ക്ഷണിതാവാകാനുള്ള ഒരു തരത്തിലുള്ള അർഹതയും അദ്ദേഹത്തിന്റെ പദവി കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്റെ ഈശ്വര, എന്റെ വീർപ്പുമുട്ടൽ ഒരൊറ്റ മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ. അതിന്റെ പേരിൽ വെറുതെ കരഞ്ഞിട്ടോ അതിന്റെ പേരിൽ പരാതി പറഞ്ഞിട്ടോ എന്നെ വിളിച്ചില്ല മറ്റവനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കണം. മനസ്സിലായ നിനക്കെങ്ങനെ മനസ്സിലാവാനോ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബഹിഷ്കരണം ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇനി മേലിൽ ഈ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ദേശീയപാത ഒരൊറ്റ CPM കാരൻ അതിലെ യാത്ര ചെയ്തു. നമ്മുടെ നാട്ടിൽ ഓരോ സഖാവും കുടുംബ പരിചയത്തിൽപ്പെട്ട ആളുകളോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ഇനി മേലിൽ ദേശീയപാത ഉപയോഗിക്കില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഇടവഴി കൂടി നടന്ന് യാത്ര ചെയ്തോളൂ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. മരാമത്ത് മന്ത്രിയെ ബഹുമാനിക്കാത്ത, മുഖ്യമന്ത്രിയെ വേണ്ടെങ്കിൽ ആദരിക്കാത്ത കേന്ദ്രത്തിന്റെ ദേശീയപാത ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്കും വേണ്ട. ഞങ്ങൾ ഇനി മേലിൽ നടന്നു പോയിക്കൊള്ളാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അടിച്ച് പോയിക്കൊള്ളാം. ഈ ദേശീയപാത BJPക്കാരും അവരുടെ ആജ്ഞാനുവർത്തികളായ കോൺഗ്രസ്സുകാരും മാത്രം ഉപയോഗിച്ചാൽ മതി. ഞങ്ങൾ ഇനി ആ വഴിക്ക് നോക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ സഖാവും ഇന്നോട്ട് ഭീഷ്മ ശപഥം ചെയ്യണം. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല.